ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൻ കേക്കാണ്. ഒന്നല്ല, ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാൻ കേക്ക്സ്. പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് പാൻ കേക്കാണെന്ന് വിചാരിക്കും. അതല്ല. ദിസ് ഈസ് കൊറിയൻ ഫുഡ്. ദേ കോൾ ഇറ്റ് പാൻ കേക്ക്. അത് സ്വീറ്റ് അല്ല, മറ്റേ പാൻ കേക്ക് പോലെ. ദിസ് ഇസ് നോട്ട്, യു ഡോണ്ട് ആഡ് ഷുഗർ ടു ദിസ്. അപ്പം എനിക്ക് കൊറിയൻ ഫുഡിൽ ഞാൻ ടേസ്റ്റഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊറിയൻ ഫുഡ്. ആൻഡ് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാൻ കേക്കാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഐ ഒക്കേഷണലി മേക്ക് ഇറ്റ് അറ്റ് ഹോം. നല്ല ടേസ്റ്റിയാണ് ആൻഡ് ഈസി ടു പ്രിപ്പയർ ആസ് വെൽ. പിന്നെ കൊറിയൻ ഫുഡ് എങ്ങനെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഐ ഹാവ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഹെർ നെയിം ഇസ് മിയോങ് ഹി കിം. വി വർ കോ വർക്കേഴ്സ് അറ്റ് വൺ ടൈം. അപ്പം ഞങ്ങൾ ലഞ്ചൊക്കെ ഒന്നിച്ച് കഴിക്കും. അങ്ങനെ കഴിക്കുമ്പോൾ സംടൈംസ് വി എക്സ്ചേഞ്ച് ഫുഡ്. അങ്ങനെയാണ് ഞാൻ കൊറിയൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. എല്ലാ കൊറിയൻ ഫുഡും എനിക്കിഷ്ടമെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ദിസ് ഈസ് സംതിങ് ഐ ഓൾവേസ് ലൈക്ഡ്. അപ്പം ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ കൂടെ. കൊറിയൻസിൻ്റെ ഫുഡ് എനിക്ക് അവർ കഴിക്കുന്നതിനെക്കാട്ടും ഐ ലൈക്ക് ടു സീ ദെയർ ഫുഡ്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിൽ എത്രയോ ഒരു 10 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് കൊണ്ടുവരും, കുറച്ചായിട്ട്. And I always thought that their food is very balanced. അതിൽ പ്രോട്ടീൻ ഉണ്ടാവും, നിറയെ മീറ്റ് ഉണ്ടാവും, സീ ഫിഷ് ഉണ്ടാവും, പിന്നെ കുറേ വെജിറ്റബിൾസ് ഉണ്ടാവും. നിറയെ വെജിറ്റബിൾസ് കഴിക്കും അവർ. ഒരുമാതിരി വെൽ ബാലൻസ്ഡ് ആയിരിക്കും. പിന്നെ റൈസ് ഉണ്ടാവും ഫോർ കാർബ്സ്. അപ്പോൾ അങ്ങനെ ഒരുവിധം ഓൾറൗണ്ടഡ് ഫുഡാണ് കൊറിയൻ ഫുഡ്. പിന്നെ കൊറിയൻസ്, എനിക്ക് ജനറലായിട്ട് കൊറിയൻസിന് 2-3 ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് കൊറിയൻസ്. ആൻഡ് ഐ ലൈക്ക് ദം ബിക്കോസ് അവരുടെ കൾച്ചറും എനിക്ക് നമ്മളെ ഇന്ത്യൻ കൾച്ചറും മോറോലെസ് ഒരേമാതിരി എനിക്ക് തോന്നാറുണ്ട്. ഒരു മേജർ ഡിഫറൻസ് കണ്ടത്, അവർ ഭയങ്കര ക്ലെൻലിനെസ് ഫ്രീക്സാണ്. എല്ലാം ഭയങ്കര എക്സ്ട്രീംലി ക്ലീൻ ആയിരിക്കണം. ഇവിടെ തന്നെ US ജനറലായിട്ട് എല്ലാം റോഡൊക്കെ ക്ലീനാണ്. എന്നിട്ടേ അവർ പറയും കമ്പയർഡ് ടു കൊറിയ US ക്ലീൻ ചെയ്യാനല്ല പറയും. അത്ര ക്ലീൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ കണ്ടെടുത്തോളം. എനിക്കറിയില്ല, ഞാൻ കൊറിയ വിസിറ്റ് ചെയ്തിട്ടില്ല. So people who live in Korea or something, they may have different opinion, but I don't know. This is my little knowledge of Korea. പിന്നെ എന്താ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, നിറയെ സിമിലാരിറ്റീസ് ലാംഗ്വേജിലുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒരു സർപ്രൈസിങ് തിങ് എന്താണെന്ന് വെച്ചാൽ, അവർ അമ്മ അച്ഛൻ എന്നുള്ളത് കൊറിയയിൽ അമ്മ അപ്പ എന്നാണ് പറയുക. എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, അതെങ്ങനെയായിരിക്കും ഇങ്ങനെ സിമിലറായിട്ട് വന്നതെന്ന്. അമ്മ അപ്പ എന്നാണ് പറയുക. പിന്നെ അതുപോലെ ഭയങ്കര വെരി ക്ലോസ് നെറ്റ് ഫാമിലി ബോണ്ടിങ് ഉള്ള ഒരു കൾച്ചറാണ് കൊറിയൻസിന്. അപ്പം ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, ഞാൻ പ്രിപ്പറേഷനിൽ പോവാം. ഇതിൽ വീഡിയോ കുറച്ച് ഡിസ്റ്റർബായിപ്പോയി ആദ്യത്തെ സീ ഫുഡ് വീഡിയോ എടുക്കുമ്പം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു എക്സ്പ്ലനേഷൻ ഇപ്പം തരാം. സീ ഫുഡ് പാൻ കേക്കിന് ബേസിക്കായിട്ട് ഒരു കോക്ടെയിൽ ഓഫ് സീ ഫുഡാണ് എടുക്കാറ്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഷ്രിംപ്, അല്ലെങ്കിൽ നമ്മൾ പ്രോൺ എന്ന് പറയില്ലേ, പ്രോൺസാണ് എടുത്തത്. നിങ്ങൾക്ക് പ്രോൺസ് എടുക്കാം, അല്ലെങ്കിൽ കല്ലുമ്മക്കായ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഏതെങ്കിലും ഇങ്ങനെയുള്ള ഏത് സീ ഫുഡാണെങ്കിലും. ഫിഷ് സാധാരണ എടുക്കാറില്ല, ഈ ഷെൽ ഫിഷ് അങ്ങനത്തെയൊക്കെ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ അധികമൊന്നുമില്ല. പച്ചമുളക്, എന്തെങ്കിലും എരിവിന് വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് ഗ്രീൻ ചില്ലീസ്. അതാണ് ബേസിക്കായിട്ട്. പിന്നെ ഫ്ലവർ, മൈദ എടുക്കാം. മൈദയിലാണ് ഉണ്ടാക്കുക ഇത്. മൈദയും പിന്നെ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന പൊട്ടാറ്റോ സ്റ്റാർച്ച് എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടാകും, കാണാൻ നന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്തത്. യൂഷ്വലായിട്ട് മൈദയും പൊട്ടാറ്റോ സ്റ്റാർച്ചും ഈക്വൽ 1:1 അങ്ങനെയെന്നാണ് എടുക്കുക. ഒരു കപ്പ് മൈദ എടുത്താൽ 1 കപ്പ് പൊട്ടാറ്റോ സ്റ്റാർച്ച്, 1 കപ്പ് വാട്ടർ, അതാണ് അതിൻ്റെ കണക്ക്. പിന്നെ ഞാൻ റെസിപ്പിയിൽ പറയാൻ മറന്ന ഒരു കാര്യം, ഒരു മുട്ടയും ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ. സോ ഇതൊക്കെ ഒരു മിക്സ്ചറാക്കിയിട്ട് നമ്മൾ ദോശ ചുടുന്ന പോലെ അല്ലെങ്കിൽ ഊത്തപ്പമൊക്കെ ചെയ്യുന്ന പോലെ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പം ഇതിട്ട് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതാണ് പാൻ കേക്ക്. കാണാം നമുക്ക്. ഓക്കെ, നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് സീ ഫുഡ് പാൻ കേക്കാണ്. സീ ഫുഡ് പാൻ കേക്കിന് നമുക്ക് വേണ്ടത് സീ ഫുഡാണ് ആദ്യമായിട്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഷ്രിംപാണ്. സോ ദിസ് ഇസ് അറൗണ്ട് ഒരു 300 grams ഓഫ് ഷ്രിംപ് ഉണ്ട്. ഈ ഷ്രിംപ് നല്ലോണം കഴുകിയതിന് ശേഷം, ഷ്രിംപ് എന്ന് പറഞ്ഞാൽ പ്രോൺസ്, അത് നല്ലോണം കഴുകിയതിന് ശേഷം ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. എന്താ വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പേ കുക്ക് ചെയ്യില്ല, പാൻ കേക്കിന് അങ്ങനെ ആഡ് ചെയ്യുക.
അതുകൊണ്ട് നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഷ്രിമ്പ് കഴുകിയതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്യണം. പിന്നെ വേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇത് ചൈവ്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഹെർബാണ്. ഇത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇതെൻ്റെ വീട്ടിലെ ബാക്ക് യാർഡിൽ വളരുന്നത് കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു ഗാർലിക്കി സ്മെല്ലുള്ള ഒരു ഗ്രാസ് പോലത്തെ ഒരു ഹെർബാണ്, ഇത് യൂസ് ചെയ്യണം. പിന്നെ ഉള്ളത് ഈ ഗ്രീൻ ഓണിയൻസ്, ഇവിടെ ഈ സ്പ്രിംഗ് ഓണിയൻസ് എന്ന് ഇന്ത്യയിൽ പറയില്ലേ, ഗ്രീൻ ഓണിയൻസ്. പിന്നെ ഗ്രീൻ ചില്ലീസ് ഇല്ല എൻ്റെ അടുത്ത്, വീട്ടിലില്ല. അതുകൊണ്ട് ഞാൻ ഹാലപ്പിനോസ്, ഇത് കുറച്ച് എരിവുള്ള ഒരു മെക്സിക്കൻ ചില്ലീസാണ്. ഹാലപ്പിനോസ് ഐ കട്ട് ഇറ്റ് ഇൻ ടു സ്മോൾ പീസസ്. അതാണ് വേറൊരു കാര്യം. സോ ഇത്രയാണ് സീ ഫുഡ് പാൻ കേക്കിന് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആദ്യം എന്ന് വെച്ചാൽ, ഐ നീഡ് അതിന് ബേസിക്കായിട്ട് മൈദ ആണ് യൂസ് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന 3/4 കപ്പ് ഓഫ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ. ഇത് 1/4 കപ്പിന് ഐ യൂസ് 1/4 കപ്പ് ഓഫ് പൊട്ടാറ്റോ സ്റ്റാർച്ച്. ഇതാണ് പൊട്ടാറ്റോ സ്റ്റാർച്ച് ബാഗ്. നിങ്ങളുടെ അടുത്ത് പൊട്ടാറ്റോ സ്റ്റാർച്ച് ഇല്ലെങ്കിൽ ടാപ്പിയോക്ക സ്റ്റാർച്ചിൻ്റെ അത് യൂസ് ചെയ്യുക. അതില്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 1/4 കപ്പ് ഇത് യൂസ് ചെയ്യുന്നതിന് പകരം 1 കപ്പ് മൈദ യൂസ് ചെയ്യാം. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫിഷ് സോസ് ഇല്ലെങ്കിൽ ഫിഷി സ്മെല്ല് ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ സോയ് സോസ്, പിന്നെ നല്ലെണ്ണ അല്ലെങ്കിൽ സിസമി ഓയിൽ. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഇപ്പം പറഞ്ഞതുപോലെ ഞാൻ സീ ഫുഡും ഈ മൈദ, പിന്നെ ചൈവ്സ്, പിന്നെ ഗ്രീൻ ചില്ലീസ്, പിന്നെ കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇതുപോലെ ഒരു മിക്സറാക്കി. വെള്ളം എത്ര മൈദ എടുക്കുന്നോ അത്ര തന്നെ വെള്ളം. ഞാൻ 1/4 കപ്പ് മൈദ എടുത്തത് കൊണ്ട് ഐ പുട്ട് 1/4 കപ്പ് ഓഫ് വാട്ടർ. ഇതിൽ ഇനി കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ. സോയ് സോസിൽ സോൾട്ട് ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് സോൾട്ട് ഇട്ടാൽ മതി. കുറച്ച് സോൾട്ട് ഇട്ടു ഞാൻ. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. അത് ഇട്ടു. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ ഈ പാൻ കേക്കിൻ്റെ മിക്സ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് ലൈക്ക് പാൻ കേക്ക് പോലെ ഇങ്ങനെ ഒരു പാൻ ഹീറ്റ് ചെയ്യണം. അത് നല്ലോണം ഹീറ്റ് ആയതിനു ശേഷം യു പുട്ട് ഓയിൽ. ഇത് കുറച്ച് അധികം ഓയിൽ ഉണ്ടാവണം. എന്താ വെച്ചാൽ ഈ സീ ഫുഡെല്ലാം കുക്കാവണം, അറ്റ് ദ സെയിം ടൈം ക്രിസ്പി ആയിട്ട് വേണം. അതുകൊണ്ട് കുറച്ചധികം, നമ്മൾ ദോശയ്ക്കോ അല്ല ചപ്പാത്തിക്കൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും അധികം ഓയിൽ വേണം ഇതിന്. അപ്പോൾ യു ക്യാൻ സീ how much oil is there. So let it. ഇതുപോലെ ഒരു സൈഡ് തിരിച്ചിട്ടു ഞാൻ. ഒരു സൈഡ് കുറച്ചൊരു ഗോൾഡൻ യെല്ലോ കളർ ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ഫ്രൈ ആവുന്നത് വരെ വെക്കണം. ഒരു 5 minutes ഓഫ് വെയിറ്റിംഗ്. ഓക്കെ, ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്, സീ ഫുഡ് പാൻ കേക്ക്. നിങ്ങൾക്ക് നോക്കാം. ഇത് ഞാൻ കുറേ ഒരു 5-10 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. With about 300 grams of seafood, you can make around like 1, 2, 3, 4, 5, 6, 7, 8, 9, around 10 seafood pancakes. ഒരു 3-4 പേർക്ക് ഒരു ഡിന്നറിനോ അല്ല ആഫ്റ്റർനൂൺ ലഞ്ചിനോ ഇത് സഫീഷ്യൻ്റ് ആയിട്ടുണ്ടാവും. Now let's make vegetable pancake. ഓക്കെ, ഇനി നമുക്ക് വെജിറ്റബിൾ പാൻകേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് കുറേ വെജിറ്റബിൾസ് വേണം, ആസ് എക്സ്പെക്റ്റഡ്. സോ ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്, സ്വീറ്റ് പൊട്ടാറ്റോ, നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാ വെജിറ്റബിളും മാച്ച് സ്റ്റിക്ക് പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോവും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രൈസിനൊക്കെ അതിനെക്കാട്ടും ചെറുതായിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ. പിന്നെ ഇത് സുക്കിനി എന്ന് പറയില്ലേ, ഒരു സുക്കിനി ക്യൂക്കമ്പ പോലെ, പക്ഷെ കുറച്ചും കൂടി ഫോമായിട്ട്, അതാണ് സുക്കിനി. പിന്നെ ഇത് വന്നിട്ട് ലീക്സ് എന്ന് പറഞ്ഞിട്ട്, ലീക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒനിയൻ പോലെ ഉണ്ടാവും, പക്ഷേ ഒരു വെജിറ്റബിൾ ആണ് ആ ലീക്സ്. ഏകദേശം ഒരു 2.5 cups ഓഫ് വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് മൊത്തമായിട്ട്. ഇതാണ് ലീക്സ്, ഇതുപോലെ ഉണ്ടാവും. ഇത് കട്ട് ചെയ്ത് സ്ട്രിപ്സ് ആയിട്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാണ്. ഇതുപോലെ ഇതാണ് ലീക്സ്. പിന്നെ ഞാൻ ഒരു 4-5 മഷ്റൂംസ്, ബ്രൗൺ മഷ്റൂംസ്, ഇങ്ങനത്തെ മഷ്റൂംസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സെയിം വേ ഐ പുട്ട് ചോപ്ഡ് ഹാലപ്പിനോസ്, ചില്ലീസ് ആണ്. പിന്നെ കുറച്ച് ഗ്രീൻ ഓണിയൻസ്,
പിന്നെ വേണമെങ്കിൽ കുറച്ച് ചൈൽഡ് സോഡ ഇതിൽ. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ട ബൈൻഡിങ്ങിന് ഇടുന്നത് മൈദ മാത്രമാണ്. ഇവിടെ ഓൾ പർപ്പസ് ഫ്ലവർ എന്ന് പറയും. 1 കപ്പ് മൈദ, ഓൾമോസ്റ്റ് 1 കപ്പ് ഓഫ് മൈദ. അപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇതിന് കുറച്ച് സോയ സോസ്, മേ ബി ഒരു 1/2 ടേബിൾ സ്പൂൺ ഓഫ് സോയ സോസ്. പിന്നെ കുറച്ച് സോൾട്ട് ടു ടേസ്റ്റ്. പിന്നെ പെപ്പർ. പെപ്പറും ടു ടേസ്റ്റ്. അധികം പെപ്പർ വേണമെന്നില്ല. ഇത് കുറച്ചും കൂടെ ഒരു വലിയ ബൗൾ എടുക്കേണ്ടതായിരുന്നു. ഇത് കുറച്ച് ചെറുതായി പോയിരുന്നു മിക്സിംഗ് ബൗൾ. ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം എത്ര മൈദ ഇട്ടോ ആ അളവിന് വാട്ടർ. സോ ഐ എം ടേക്കിംഗ് അബൌട്ട് 1 കപ്പ് ഓഫ് വാട്ടർ. അപ്പോൾ ഇതിൽ നമ്മളുടെ ദോശയൊക്കെ കാണുമ്പോൾ ബാറ്റർ ആയിരിക്കും അധികം. ഇത് അങ്ങനെയല്ല, ഇത് വെജിറ്റബിൾസ് ആണ് അധികം. വി പുട്ട് ലെസ് ഫ്ലവർ ആൻഡ് മോർ വെജിറ്റബിൾസ്. കാണാം ഇത് നിറയെ സീ ഫുഡ്, നിറയെ വെജിറ്റബിൾസ് ആണുള്ളത്. ഇതിൽ കുറച്ചാണ് ഫ്ലവർ ഉള്ളത്. ഇതുപോലെ ഇത് ഞാൻ ഉണ്ടാക്കിയത് ഓൾമോസ്റ്റ് 2 പാൻകേക്സിന് മതിയാവും. ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. ഇതാണ് ഇപ്പം പാൻ കേക്ക്. ഞാൻ കാണിച്ച വെജിറ്റബിൾസ് ആ മിക്സ്ചർ അതിൻ്റെ പകുതിയാണിത്. സോ ഐ എം മേക്കിംഗ് 2 പാൻകേക്സ് ഔട്ട് ഓഫ് ദ മിക്സ് ദാറ്റ് ഐ ഷോഡ് യു. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആക്ച്വലായിട്ട് വെജിറ്റബിൾസ് മാത്രമേ ഇതിൽ കാണാനുള്ളൂ. അതിൻ്റെ ഫ്ലോറൊന്നും കാണാനുണ്ടാവില്ല. പക്ഷേ ആ മൈദ ഇട്ടിട്ടുള്ളത് കൊണ്ട് അതൊരു ബൈൻഡിങ് ഉണ്ട്. സോ ഇറ്റ് കീപ്സ് ഓൾ ദി വെജിറ്റബിൾസ് ഇൻടാക്ട്. അപ്പോൾ ഇനി അടിയിൽ വന്നിട്ട് നല്ല ഒരു ഗോൾഡൻ കളർ ആവുമ്പം തിരിച്ചിടണം. തിരിച്ചിട്ട് 2 സൈഡും കുക്ക് ചെയ്ത് മേ ബി ഇറ്റ് ടേക്സ് അബൌട്ട് ഒരു 5 minutes each side. So this is the final product, vegetable pancake, and you can see that the vegetables look very crispy and it is ready to serve now. Okay, നമുക്കിനി ഒരു ഡിപ്പ് ഉണ്ടാക്കാം ഈ പാൻകേക്കിന്. ആ ഡിപ്പിന് വേണ്ടത് കുറച്ച് സോയ സോസ്, മേ ബി ഒരു 2 tablespoons of soy sauce. അതേ അളവിന് സിസമി ഓയിൽ, കുറച്ച് കുറക്കാം ഓയിൽ, സിസമി ഓയിൽ. ദെൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഓഫ് ചില്ലീസ്, റെഡ് ചില്ലി ഫ്ലേക്സ്, ഇതുപോലെ റെഡ് ചില്ലി ഫ്ലേക്സ്. പിന്നെ കുറച്ച് വൈറ്റ് എള്ള്, ഇത് റോസ്റ്റഡ് സിസമി സീഡ്സ് അല്ലെങ്കിൽ എള്ളില്ലേ, എള്ള് വറുത്തതാണ് എള്ള്. പിന്നെ കുറച്ച് ഗ്രീൻ ഓണിയൻസ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻസ്. ഇത്രയാണ് സോസിനിടുന്നത്. ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇത് ജസ്റ്റ് കമ്പൈൻ ബൈ മിക്സിങ്. ഇങ്ങനെ ഇതുപോലെ സോ ഇതാണ് ഇതിനുള്ള ഡിപ്പ്, പാൻകേക്കിനുള്ള ഡിപ്പ്. ദിസ് ഇസ് മൈ ഫ്രണ്ട് ഐലിംഗ്. ഷീ വാസ് ടേക്കിംഗ് വീഡിയോ ഫോർ മീ. ഇപ്പോൾ ഐലിംഗ് അത് ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. സോ നൗ ഷീ ഈസ് ടേസ്റ്റിംഗ് ദ വെജിറ്റബിൾ പാൻകേക്ക് and next to it is the seafood pancake. How's it, darling? This vegetable pancake is really good. Thank you. How about the seafood pancake? Okay, let me try. Nice? Very delicious. Thank you.